ഹലോ നമസ്കാരം. ആടുജീവിതം തിയേറ്ററുകളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൃഥ്വിരാജിൻ്റെ ഒരുപാട് സിനിമകളുടെ അതായത് ടീസറുകളും ഷൂട്ടിംഗ് പ്രോഗ്രസ്സുകളൊക്കെ വന്നു. ഇന്ന് നമ്മൾ ഷൂട്ടിംഗ് പ്രോഗ്രസ്സാണ് ചെയ്യുന്നത്. വിലായത്ത് ബുദ്ധ ജയൻ നമ്പ്യാർ സംവിധാനം നിർവഹിച്ച് പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം കൂടിയാണ്. എന്തായാലും നമുക്കിതൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന്. കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഡീകോഡിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. Action! ഭയങ്കര സെറ്റിംഗ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഷൂട്ടിങ്ങിൻ്റെ അത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഈ സിനിമ. ഒരു പുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു സിനിമ എടുക്കുന്നത്. അതായത് GR ഇന്ദുഗോമൻ്റെ പുസ്തകത്തിൽ ബേസ് ചെയ്തിട്ടാണ് അവർ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ സച്ചിയായിരുന്നു എടുക്കാനിരുന്നത്. നമ്മുടെ അനാർക്കലിയൊക്കെ ചെയ്ത അയ്യപ്പനും കോശി അനാർക്കലിയൊക്കെ ചെയ്ത സച്ചിയായിരുന്നു ഈ ഒരു സിനിമ എടുക്കാനിരുന്നത്. ഭാഗ്യവശാൽ അദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് മാത്രം പിന്നൊരാളിലേക്ക് ഇതിൻ്റെ പ്രൊജക്റ്റ് മാറുകയായിരുന്നു. അങ്ങനെ ഇത് ജയൻ നമ്പ്യാരുടെ കയ്യിൽ എത്തുകയായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇത് കേട്ടത് ഈ സിനിമയെക്കുറിച്ച്. പിന്നുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാ ക്യാരക്ടറും നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ കൂടെയാണ്. അപ്പം അദ്ദേഹത്തിനെ കൊണ്ട് നിസ്സാരമായി ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മിക്ക കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ഈ ചിത്രത്തിനകത്ത് ഞാൻ ഈ സ്റ്റോറി വായിച്ചിട്ടില്ല. എന്തായാലും സിനിമ വരുമ്പോൾ നമുക്ക് അത്തരത്തിൽ ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ കാണും. കാരണം ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെ ആയിരിക്കാം ഈ വിലായത്ത് ബുദ്ധയിലും സംവിധായകൻ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ നമ്മൾ കണ്ട സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായൊരു കാട് പ്രദേശവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവർ ഈ ഷൂട്ടിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയും കൂടെ ആയിരിക്കും വിലായത്ത് ബുദ്ധയുടേത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ആണല്ലോ മാസ് ക്ലാസിക് ഒക്കെ സംഭവങ്ങൾ ഗംഭീരമായി തന്നെ സ്ക്രീനിൽ കൊണ്ടുവരാൻ പൃഥ്വിരാജിന് സാധിക്കും. അപ്പം എന്തായാലും ഇത് കാണാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.